ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ കൊണ്ടൊരു സൈഡ് ഡിഷ് പോലെ നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് പിന്നെ ഒരു സവാളയുടെ പകുതി, വലിയ സവാളയുടെ ഒരു പകുതി അത് മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും അതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പം മീനൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇത് മാത്രം മതി നല്ല ടേസ്റ്റായിട്ട് ചോറ് കഴിക്കാനും. ഉണക്കമീനെന്ന് പറയുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം കുറച്ച് തക്കാളി കൂടെ ഇട്ട് നല്ല പഴുത്തൊരു തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എരിവ് കൂടെ വേണം, ചോറിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് കുറച്ച് എരിവ് വേണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഇച്ചിരി കളറും കിട്ടും. എരിക്ക് വേണ്ടി നമുക്ക് സാധാ മുളക് പൊടിയും കൂടെ ഒരു സ്പൂണ് ചേർക്കും. അപ്പോൾ നല്ല കളറും എരിയും കൂടെ കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ സൈഡ് ഡിഷ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. ആ ചൂടോടെ കൂടെ ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ പൊളി ടേസ്റ്റാണ്, അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ.